പുള്ളിക്കുത്തനൊക്കെ പറഞ്ഞാൽ ആനിമൽ അഗ്രഷൻ കൂടുതൽ ഡോഗാണ്. പുള്ളിക്കുത്തൻ്റെ ഒക്കെ കടി വാങ്ങാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് പറയാൻ പറ്റില്ല. നിന്നെ ഇവിടുന്ന് അടിച്ചു മാറ്റി ഈ വീഡിയോ എങ്ങനെയായി തീരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാം നല്ല രീതിയിൽ അവസാനിക്കും. ഇനി കടി കിട്ടിയാൽ കിട്ടും. ഇതൊക്കെ ഇതിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ നമ്മളിന്നുള്ള സ്ഥലം എറണാകുളം ജില്ലയിൽ കോലഞ്ചേരിക്കടുത്ത്, സ്ഥലപ്പേരെന്താ കറക്റ്റ്? കോലഞ്ചേരി കടയിരിപ്പ് എന്ന സ്ഥലത്താണ്. അപ്പോൾ നമ്മളിന്ന് വന്നത് നമ്മുടെ കൗമുദി ടിവിക്ക് വേണ്ടി ഒരു ചെറിയൊരു പ്രോഗ്രാം. അതായത് നമ്മളൊരു ഡോഗ് ചലഞ്ചറാണ്. ഞാൻ കടിക്കും എന്ന് വിശ്വാസമുള്ള, അതായത് ഓണർമാർ കടിക്കുമെന്ന് പറയുന്ന ഡോഗിനെ നമ്മൾ ചലഞ്ച് ചെയ്ത് എൻ്റെ കൂടെ നിർത്തുക, ഒരു 10 മിനിറ്റിനുള്ളിൽ നിർത്തുക എന്നൊരു ചലഞ്ച് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. തോമസ്. നമ്മുടെ ഡോഗ് ഏതായിരുന്നു ബ്രീഡ്? പുള്ളിക്കുട്ടിയാണുള്ളത്. എന്താണ് ആ ഡോഗിന്റെ ക്യാരക്ടർ? നമുക്ക് ചലഞ്ചർ ആളെ എന്താ ഇത് കാര്യം പറഞ്ഞാൽ മതി. സ്ട്രേഞ്ചേഴ്സ് എടുത്ത് നല്ല അഗ്രസീവ് ആണ്. പക്ഷെ വീട്ടിലുള്ള ഏത് കുഞ്ഞു കൊച്ചിനും ആണെങ്കിലും വീട്ടിലുള്ളവർക്ക് ഇറക്കാം. പുറത്തുള്ളവരെ ആരെയും അങ്ങനെ അടിപ്പിക്കാറില്ല. പുറത്തുള്ളവർ നല്ല അഗ്രസീവ് ആയിട്ട് തന്നെയാണ്. ഹ്യൂമൻ അഗ്രഷൻ ഉള്ള പുള്ളിക്കുട്ടികളിൽ വളരെ അപൂർവമായിട്ടുള്ളതിലുള്ളതാണ്. സ്ട്രേഞ്ചേഴ്സിനെ ഇതുവരെ അങ്ങനെ അടിപ്പിക്കാറില്ല. അതിന് ഇന്നവരെ അങ്ങനെ നമ്മൾ ഈ കടിക്കാനുള്ള അവസരം ഇതുവരെ വരുത്തിയിട്ടില്ല. കാരണം എല്ലാം കൂടുതൽ ലോക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇടാറുള്ളത്. ആരും സ്ട്രേഞ്ചേഴ്സ് ഉള്ളപ്പോൾ ഇറക്കാറുമില്ല. കാരണം നമുക്ക് തന്നെ പിടിച്ച് കൺട്രോൾ ചെയ്യാൻ ഇത്തിരി പാടാണ്. കാരണം നല്ല പവറുള്ള ഡോഗാണ്. നമുക്ക് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഈ പുള്ളിക്കുത്തൻ്റെ സ്പെഷ്യാലിറ്റി ചിലപ്പോൾ അറിയണമെന്നില്ല. എന്താണ് അവൻ്റെ സ്പെഷ്യൽ? ഈ പുള്ളിക്കുത്തകൾക്ക് വരുന്ന സ്പെഷ്യൽ എന്ന് പറഞ്ഞേക്ക് എന്താ? പുള്ളിക്കുട്ടികളിൽ എനിക്ക് തോന്നുന്ന സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എങ്ങനെ വളർത്തണോ അങ്ങനെ വളർന്നു കിട്ടാൻ പറ്റിയ ഒരു ഡോഗാണ്. അവർ നല്ല പവർഫുൾ ആണ്. നല്ല ബൈറ്റ് ഫോഴ്സ് ഉള്ള ഒരു ഡോഗാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് അവരുടെ ക്യാരക്ടർ. നമ്മൾ ലോയലായിട്ട് വളർത്തിയാൽ ലോയലായിരിക്കും. നമ്മൾ ഗാർഡ് ഡോഗ് ആയിട്ട് വളർത്തിയാൽ ഗാർഡ് ഡോഗ് ആയിരിക്കും. നമ്മൾ അറ്റാക്കിംഗ് ഡോഗ് ആയിട്ട് വളർത്തിയാൽ അറ്റാക്കിംഗ് ആയിട്ട് തന്നെ ചെയ്യും. ഇതുവരെ നമ്മുടെ അടുത്ത് ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പം തോമസേട്ടൻ പറഞ്ഞതിനാണ് ഇതിൽ മെയിൻ കാരണം കേട്ടോ. അപ്പോൾ പുള്ളിക്കുത്ത എന്ന് പറഞ്ഞ ബ്രീഡ് അത് ശരിക്കും ഒരു ഇൻഡിപെൻഡൻറ്റ് ബ്രീഡാണ്. ഇവരൊരു കാര്യം തീരുമാനിച്ചാൽ ആ തീരുമാനങ്ങൾ നടത്തും. അങ്ങനെ ഒരു ഇതുണ്ട്. നമ്മളിപ്പോൾ നാടൻ ബ്രീഡ് ഒരുപാട് ജർമ്മൻ ഷെപ്പേർഡ് റോട്ടൊക്കെ ഉണ്ടെങ്കിലും ഇവരിപ്പോൾ ഒരാളെ കടിക്കണം. ഇപ്പോൾ തോമസേട്ടനെ പഴിച്ചു വിടുന്നു, എന്നെ വന്ന് കടിക്കുന്നു. ആ ഒരു മൈൻഡ് ഡോഗ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരെ തീരുമാനമാക്കിയിട്ടേ പോകുള്ളൂ. പിന്നെ അതിൽ കയറിയിട്ട് തോമസേട്ടനെ ഇടയ്ക്ക് കയറി പിടിച്ചാലും സംഭവം നിൽക്കില്ല. അങ്ങനത്തെ ഒരു മൈൻഡും കൂടെ പുള്ളിക്കുട്ടിക്കുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പറഞ്ഞല്ലോ സ്ട്രേഞ്ചേഴ്സിനോടാണ് അഗ്രഷൻ. അപ്പം നമ്മൾ അടുത്ത് വന്നാൽ അഗ്രഷൻ ഇല്ല. ഇപ്പം എൻ്റെ കൂടെ നമ്മളോട് വന്ന ആൾ കൂളാണ്. എൻ്റെ പ്രസൻസ് ഉണ്ടായ ആൾ കൂളാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് നമ്മുടെ TV എൻ്റെ കൂടെ വേറെ നമ്മൾ സ്ട്രേഞ്ചേഴ്സിനൊന്ന് കാണിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ എന്നോടുള്ള അഗ്രഷനേക്കാൾ മുന്നേ നമ്മുടെ TV ചാനലിലുള്ള ആളുകൾ ക്യാമറേൻ്റെ പുറകിലുണ്ട്. അവരെ ആദ്യം നമ്മൾ വിടുന്നു. അവരുടെ അവൻ്റെ ഡോഗ് ഇപ്പം ഈ വീടിൻ്റെ പുറകിലാണുള്ളത്. ഞങ്ങൾ കാണാൻ പോയിട്ടില്ല. ആ അഗ്രഷൻ കണ്ടതിന് ശേഷം പിന്നെ ഞാൻ പോയിട്ട് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സ്ട്രേഞ്ചേഴ്സിനോട് അഗ്രഷൻ. അപ്പം ഇവരാരും ഇല്ലാതെ ഞാനും ക്യാമറമാനും മാത്രം പോയിട്ട് ഞാൻ ആ ഡോഗിനെ അഴിച്ചുകൊണ്ട് പുറത്ത് കൊണ്ടുവരാം. അതാണ് എൻ്റെ ഒരു പ്ലാൻ. 75 ഡോഗോളം നമ്മൾ നോർമലായിട്ട് നമുക്ക് ഇറക്കാൻ പറ്റിയിട്ടുണ്ട്. ഇറക്കിയെന്ന് പറഞ്ഞാൽ 78 ഡോഗിനെ ഇറക്കിയതിൽ 3 ഡോഗ് നമ്മൾ കടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സംസാരിച്ചിട്ടിരിക്കുന്നതാണ് എൻ്റെ മുഖത്തൊരു ക്ഷീണമൊക്കെ തോന്നുന്നുണ്ട്. എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ രാജപാളയത്ത് നിന്ന് വന്നതാണ്. അവിടെ നമുക്കൊരു രാജപാളയത്തിൻ്റെ ചലഞ്ച് കിട്ടി. അതിന് ശേഷം അത് ബൈറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ചെറിയ ബൈറ്റ് എന്നല്ല, നല്ല ബൈറ്റാണ്. അതായത് വേറൊന്നുമില്ലതാ, ഇത് കണ്ടോ, ഇത് ഇപ്പം നീര് കുറഞ്ഞാണ്. ഇവിടെ ഇതാ 1 2 3 4 5 6 പല്ലുണ്ട്. പിന്നെ കാണിച്ചു തരാം, ഷട്ടൂരിൽ തന്നെ കാണിച്ചു തരാം. പിന്നെ കിട്ടിയത് ബൈറ്റുകളാണ്. ഈ കാണുന്നത്, ഇത് കണ്ടല്ലേ, ഇത് കാണുന്നതൊക്കെ അതിൻ്റെ ബൈറ്റാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇടയ്ക്ക് ആൾക്കാർ പറയലുണ്ട് നമ്മൾ നേരത്തെ പോയിട്ട് ഇണക്കിയിട്ട് ഇതാണ് ബൈറ്റുകൾ കേട്ടോ, ഇണക്കിയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ടെന്നൊക്കെ ഉള്ള കമൻറ്റൊക്കെ ഇടയ്ക്ക് കാണാം. പക്ഷേ അവരൊന്നും ചിലപ്പം ഈ ഒരു സംഭവം അറിയത്തില്ല. ഇപ്പോൾ ഇണക്കിയിട്ട് നമ്മൾ വീഡിയോ എങ്കിൽ ഈ ഒരു കടിയും നമ്മൾ കിട്ടില്ല. ഒരിക്കലും നമുക്ക് ഡയറക്റ്റ് ഒരു കടി ഡോഗിൻ്റെ പുള്ളിക്കുത്തൻ്റെ ഒക്കെ കടി വാങ്ങാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് കിട്ടും. അപ്പം നമ്മുടെ വീഡിയോയിൽ അങ്ങനെ ഒരു ഇതാണ് എൻ്റെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നമുക്ക് എല്ലാവരും കടിക്കുമെന്ന് ഉറപ്പുള്ള ഡോഗിനെയാണ് ഞാൻ കൂടുതലും. ഞാൻ അപ്പോഴും ചോദിച്ചായിരുന്നു അല്ലേ, ഇദ്ദേഹം എനിക്ക് ചലഞ്ച് തരുമ്പോൾ തന്നെ ചോദിച്ചായിരുന്നു ആൾ അഗ്രഷൻ ഉണ്ടോ എന്ന് കൺഫേം ആണോ? കൺഫേം ആണെന്ന് പറഞ്ഞു. എങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഈ വീഡിയോ എങ്ങനെയായി തീരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാം നല്ല രീതിയിൽ അവസാനിക്കും. ഇനി കടി കിട്ടിയാൽ കിട്ടും. ഇതൊക്കെ ഇതിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവർ ക്യാമറയുടെ പുറകിലുള്ള ആളുകളൊന്ന് പോയിട്ട് അഗ്രഷൻ ഒന്ന് കണ്ടു നോക്ക്. അതിനുശേഷം നമ്മൾ പോയിട്ട് ഡോഗിനെ ഇറക്കാൻ പറ്റും നോക്കുന്നു കേട്ടോ. എന്നാൽ ഞങ്ങളൊന്ന് ഇറങ്ങട്ടെ. ഓക്കെ, ശരി.
ഇനിയിപ്പോൾ നമ്മൾ നേരെ ഡോഗിനടുത്തേക്ക് പോവാണ്. ക്യാമറമാൻ മാത്രം നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ, ഒരാൾ നമ്മുടെ പുറകെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ഇത് എന്തായാലും നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മൾ സാധാരണ ഷൂട്ട് ചെയ്യുന്ന ഒളിച്ചിരുന്നിട്ട് ഷൂട്ട് ചെയ്യും. അപ്പോൾ ഇത് TV ക്ക് വേണ്ടി ആയതുകൊണ്ട് അവർ ക്യാമറമാൻ നമ്മുടെ തൊട്ടടുത്തുണ്ട്, കൂടെ ഉണ്ട്. ആ കാണുന്ന ഡോഗ് ഇത് അവിടെ ഇവർ പോയണ്ടില്ലേ, ഇവർ നേരത്തെ പോയത് ആ സൈഡായിരുന്നു. ഞാൻ പിന്നെ ഡയറക്റ്റ് തന്നെ അങ്ങ് പോയിട്ട് ഡോഗിനടുത്തേക്ക് അങ്ങ് പോവാണ്. അപ്പോൾ ഇത് 2 ഡോഗാണ് ഇപ്പോൾ നിലവിൽ അഗ്രസീവായിട്ടുള്ളത് കേട്ടോ. ഈ 2 ഡോഗിൽ ബെല്ലയാണ് കുറച്ചും കൂടി സ്ട്രോങ്, 2 ഫീമെയിൽ അടുത്തടുത്തുള്ളത്. അപ്പോൾ എന്നാ നമ്മുടെ ചാനലിൻ്റെ പ്രേക്ഷകർ ആൾക്കാർ പോയപ്പോൾ കണ്ടില്ല, അവൻ്റെ അഗ്രഷൻ കണ്ടല്ലോ, അവിടെ ഫീമെയിൽ കേട്ടോ. അപ്പോൾ എന്നാ ഇവളാണ് ബെല്ല. ഇവള് വേറൊരു ബ്രീഡാണ്, അതിൻ്റെ പേര് ഞാൻ ചോദിച്ചില്ല. ഇതിപ്പോൾ ആളെ എനിക്കൊരു ഫേസ് തരുന്നതിനേക്കാളും കൂടുതൽ ക്യാമറ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരിലാണ് ഫേസ് കിട്ടുന്നത്. കാരണം ഇവർ ഓൾറെഡി നേരത്തെ വന്നായിരുന്നു, അവരോടുള്ള ചാർജ് നിങ്ങൾ കണ്ടല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്നെക്കാളും പവർ അവരോട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് ഇവളുടെ സ്ട്രേഞ്ചേഴ്സിനുള്ള അഗ്രഷൻ നിങ്ങൾ ആ വീഡിയോയിൽ നിന്ന്, അതായത് നമ്മുടെ ക്യാമറ കൈകാര്യം ചെയ്ത നേരത്തെ ഉള്ള ആൾക്കാർ പോയപ്പോൾ കണ്ടായിരുന്നല്ലോ. അപ്പോൾ ബെല്ല പേര് ഞാൻ വിട്ടുപോയി, ഭയങ്കര സാധനമായിട്ടാ ബെല്ല വന്നേ. ബെല്ല നമ്മളെ സ്മെല്ല് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഇവള് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പുള്ളിക്കുത്ത് സൗണ്ട് എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയത്തില്ല. പുള്ളിക്കുത്തേൻ്റെ ഒരു അവരുടെ സ്വഭാവം എന്ന് പറയുന്നത് അവര് എന്നാ എങ്ങനെയാണ് എപ്പോഴാണ് എന്തൊക്കെയാണ് പ്രതികരിക്കുന്നത് പറയാൻ പറ്റും. നമ്മുടെ സൗണ്ടിൽ എന്തെങ്കിലും വിഷയമുണ്ട് നമ്മുടെ പ്രേക്ഷകർ ക്ഷമിക്കണം, കാരണം നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഡോഗിൻ്റെ ആ ഒരു കുരയുണ്ടാവും. ഞാൻ പറയുന്നത് എത്രത്തോളം നിങ്ങൾക്ക് വ്യക്തമാവും നമുക്ക് അറിയത്തില്ല. എന്തായാലും നമുക്ക് എന്നാ ബെല്ല ഇപ്പം അവരോട് എങ്ങനെ കാണിച്ചു എന്ന് ഞാൻ ആ വിഷ്വൽ എടുത്ത് കണ്ടില്ല. നിങ്ങൾ പ്രേക്ഷകർ വിലയിരുത്തുക, എന്നോട് എങ്ങനെയാണ് അവിടെ പെരുമാറുന്നത്. ഇപ്പോൾ ഇച്ചിരി നമ്മൾ ടെമ്പർമെൻറ്റ് കാണിച്ചു, നമ്മൾ വന്ന സമയത്തിനേക്കാളും കൂടുതൽ ഇപ്പോൾ കാണിക്കും. ബെല്ല ഇവിടെ വന്നേ, എന്താണ് കൈ കൊടുത്താൽ നീ കടിക്കുക? കൈ എന്നാൽ നീ കടിക്കോ? ഞാൻ ഇവിടെ ഇരിക്കട്ടെ, ഇവിടെ ഇരിക്കട്ടെ, ഞാൻ ഇവിടെ ഇരിക്കട്ടെ. പുറകെ ഒരു മൈക്ക് ഉണ്ട് കേട്ടോ, മൈക്കിന് സെറ്റപ്പ്. ഇവിടെ ഇരിക്കാം. എന്താണ് ബെല്ല, നിന്നെ ഇറക്കി നടത്തണം. വരിക കൂടെ നീ. കയ്യെ പിടിച്ച് കടിക്കരുത്, കയ്യെ പിടിച്ച് കടിക്കരുത് കേട്ടാ. കൈ കടിക്കുക. റെഡിയാണോ? എന്നോട് വരുന്ന ഞാൻ വയനാട്ടുകാരനാണ് കേട്ടോ, പറയാൻ വിട്ടു. ഞാനിപ്പോൾ ഒരു വീട് പറയാൻ വന്നാ. എൻ്റെ കൂടെ വയനാട്ടിലേക്ക് ഇന്ന് വരുന്നുണ്ടാ? ക്ഷയിക്കാനോ നിന്നേ, ക്ഷയിക്കാനോ നിന്നേ, എന്താണ് വരുന്ന നീ വരുന്ന? പിന്നെ ഈ പുള്ളിക്കുത്തൻ്റെ ഒക്കെ ഞാൻ നേരത്തെ ഇൻട്രോയിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ പ്രത്യേക ഒരു മൈൻഡാണ്. ചില സമയത്ത് ചില ഡോഗുകൾ ചില സമയത്ത് എന്താക്കും, അവരുടെ ഒരു ആവശ്യം നിറവേറ്റാൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ ഇണങ്ങിയവരെ കാണിച്ചത് പുറത്തിറക്കി കഴിഞ്ഞിടയ്ക്ക് നമുക്കൊരു പണി തരിക. പക്ഷേ ഇവള് ഇപ്പോൾ ഒരു മോഷൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. സാധാരണ ചില ഡോഗ്സൊക്കെ കൂട്ടിൽ നിന്ന് മോഷൻ ഇടാനുള്ള പ്രതീക്ഷയിൽ അവർ ഇറങ്ങിയിട്ട് നമ്മുടെ കൂടെ നിൽക്കും. ആ പരിപാടിയെല്ലാം കഴിഞ്ഞ് ചിലപ്പോൾ നമുക്കിട്ട് ഫയർ ചെയ്യും. ഇപ്പോൾ പിന്നെ ആ ഒരു സംഭവം കഴിഞ്ഞു, അവൾ മോശം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അവളിപ്പോൾ കൂളായിട്ടുണ്ട്. ഇത് എത്രത്തോളം നമ്മുടെ പ്രേക്ഷകർക്ക് ഇത് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. കാരണം ഇതിൻ്റെ ഒരു ഗ്രാവിറ്റി നിങ്ങൾ ഇതിനു മുമ്പ് ടെസ്റ്റിങ് കാണിച്ചില്ലേ, അവർ പോയപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഈ പുറകെ നിൽക്കുന്ന ആളില്ലേ, അവരിപ്പോൾ കുറയ്ക്കുന്ന അവളാണ്. അവളുടെ പേര് ഞാൻ വിട്ടു. എന്നാലും അവളോട് ജസ്റ്റ് നീ ഒന്ന് അടുത്ത് പോയി നോക്കിട്ടോ, അവളോട് എങ്ങനെയാണ് ഫയർ ചെയ്ത് എന്താണ് നിന്നെ 2 പേരെ ഇറക്കണം എന്നായിരുന്നു നമ്മുടെ ചലഞ്ച്. പക്ഷെ ഇവരെക്കാളും കൂടുതൽ ഡേഞ്ചർ ബെല്ലയാണ് കേട്ടോ. ഇവര് സൈലന്റ് ആണ്. സൈലന്റ് പറഞ്ഞാൽ കുറയുണ്ടെങ്കിൽ അപകടകാരിയാണെന്ന് വെച്ചാൽ അപകടകാരിയാണ്. പക്ഷെ അവളെക്കാളും ഇച്ചിരി ഒരു പൊടിക്ക് കുറവാണ്. അവളാണ് ഇച്ചിരി ഭയങ്കര സ്ട്രോങ് കേട്ടാ. ബെല്ല അല്ല, ബെല്ലല്ല, ബെല്ലാണ് നിൽക്ക് പോകട്ടോ. എന്താണ് കഴിഞ്ഞ നിങ്ങൾ എന്താണ് ബെല്ല പോരാട്ടോ, നമുക്ക് പുറത്തിറങ്ങണം. നീയാണ് അപകടകാരി എന്നാ പറഞ്ഞേ. വളരെ പല്ല് ചെറുതായിട്ട് കിട്ടിയായിരുന്നു, പക്ഷെ മുറിഞ്ഞൊന്നുമില്ല കേട്ടോ. അവളുടെ ഒരു ഇതങ്ങ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കണ്ടോ, ഇടിക്ക് വന്നേ വാ. നിന്നെ 2 പേരെ ഒരുമിച്ച് പുറത്തിറക്കാനേ, പക്ഷെ 2 പേരെ ഞാൻ താങ്ങില്ല. കാരണം ഇവരെ വെച്ചിട്ട് നല്ല ബോഡി വെയിറ്റ് ആണ്. ഞാൻ 64 കിലോ ഉള്ളൂ.
എനിക്ക് തോന്നുന്നത് ഇവിടെയൊക്കെ ഒരു 10-45 കിലോയ്ക്ക് മേലെ അടുത്തുണ്ട്. പുള്ളിക്കുത്ത കുറച്ചും കൂടെ ഫീമെയിൽ ആയതുകൊണ്ടാണ് ഇച്ചിരി സൈസ് കുറവ്. മെയിലാണെങ്കിൽ കുറച്ചും ഹെവി സൈസാണ് കേട്ടോ. ഇവർ ഏകദേശം ഒരു 60-70 കിലോ മേൽ പ്ലസ് വരുന്ന ഡോഗ്സ് ഉണ്ട്, അതിലും കൂടുതൽ വരുന്നുണ്ട്. പിന്നെ ലൈൻസൊക്കെ അനുസരിച്ചായിരിക്കും. പിന്നെ ഇതൊക്കെ ഒരു നമുക്ക് ഒരു സൈസിലുള്ളതൊക്കെ തന്നെ നമുക്ക് ധാരാളമാണ് കേട്ടോ. ഒരു പുള്ളിക്കുത്ത എന്ന് പറഞ്ഞാൽ ഒരു പുള്ളിക്കുത്ത ഉണ്ടെങ്കിൽ പിന്നെ ആ ഭാഗം മെയിൻ ആയിരിക്കും അല്ലേ? എന്താണ് എന്തിനാണ് കച്ചട? ഞാൻ അവളെ ഒന്ന് പുറത്തിറക്കട്ടെ. അത് കഴിഞ്ഞ് നിന്നെ വേണം ഞാൻ ഇറക്കാട്ടോ. അപ്പൊ നീ അവിടെ ഇരുതാട്ടോ, ഞാൻ ഇവിടെ ബെല്ലെന്ന് ഇറക്കട്ടെ. ബെല്ല, നമുക്കപ്പോൾ ഇറങ്ങണ്ടേ? ഇറങ്ങണ്ടേ ബെന്ന? നിന്നെ അടിച്ചോണ്ട് ഞാൻ പോകൂടി. നീ കടിക്കുന്നുണ്ട്. പുറത്തുനിന്ന് കടിക്കുന്നേക്കാളും നല്ലത് ഉള്ളിൽ നിന്ന് കടിച്ചോ. പുറത്തുനിന്ന് കടിക്കരുത്. കടി എങ്ങനെയൊക്കെ ഇവിടുന്ന് ആകുമ്പോൾ കയ്യിലൊക്കെ അല്ലേ പിടിക്കുള്ളൂ അല്ല. അപ്പോൾ നമ്മുടെ പുറകിലുള്ള ക്യാമറമാൻ ചേട്ടന്മാരൊക്കെ ചിലപ്പോൾ ഓടണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വിഷ്വൽ ഇങ്ങനെ കിടന്ന് ഇളകുന്നുണ്ട് വിചാരിച്ചാൽ മതി, അവർ ഓടുന്നതായിരിക്കും കേട്ടോ. നമ്മുടെ ചാനലിൽ ഒരു വീഡിയോയും നമുക്ക് റീഷൂട്ട് ചെയ്യാൻ ഇന്നവരെ പറ്റിയിട്ടില്ല, റീഷൂട്ട് ചെയ്യാറുമില്ല കേട്ടോ. ഫസ്റ്റ് ചെയ്യുന്ന ഒറ്റ ഷോട്ട് അതാണോ ആ ഷോട്ടിൽ തന്നെയാണ് നമ്മൾ സാധാരണ വീഡിയോ തീർക്കാറ്. അപ്പോൾ ഇതും അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഡോഗിനെ ഇറക്കുന്നതാണ്. അപ്പോൾ ഇറക്കി കഴിഞ്ഞാൽ അവൾ എങ്ങനെയാണ് ചിലപ്പോൾ പെരുമാറുന്നത് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ആരൊക്കെയോ ഡോഗിൻ്റെ കൂട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. ഷോ ഡയറക്ടറാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഡൗട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ബെല്ലാനെ അങ്ങ് പുറത്തിറക്കണം. ബെല്ല, നിന്നെ അടിച്ചോണ്ട് പോകാനാണോ നോക്കുന്നത് കേട്ടാ? നീ എന്താ ഇങ്ങനെ ഇപ്പൊ ഇച്ചിരി രൂക്ഷമായിട്ട് നോക്കുന്നത്? നീ അവിടെ നിൽക്ക്. അത് പാവാട്ടോ ഡോഗ്. ഇവർ രണ്ടുപേരും ടെമ്പർ. ഇപ്പൊ ഏറ്റവും ടെമ്പറുള്ള ഇവളാണ്. അപ്പൊ എന്തായാലും അല്ല ഇറക്കട്ടെ. ഇത് ബെല്ല. അപ്പോൾ നമ്മളോട് അത്ര ഒരു ഇത് കാണിച്ചില്ല. കാരണം നമ്മളോട് അവളൊരു എന്താ പറയാ, എന്തോ ഒരു സംതിങ് അവള് ഒരു ഇണക്കം കാണിച്ചിട്ടുണ്ട്. അതിപ്പോൾ എന്താ നമ്മുടെ പ്രേക്ഷകർ വിലയിരുത്തിക്കോട്ടോ, എന്താ അവൾ ചെയ്തതെന്ന്. ഇവർ തമ്മിൽ ഈ പുള്ളിക്കുത്തകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് ഇച്ചിരി ആനിമൽ അഗ്രഷൻ കൂടുതലാണ് ഈ ഡോഗ്സിന്. വേറെ ഡോഗിനെ കണ്ടാൽ ചിലപ്പം നമ്മൾ തമ്മിൽ ഭയങ്കര അങ്ങ് പറയും. എന്താ പോലെ അല്ല അവളെ കഴുത്തന്നെ ഊരാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ടൈറ്റ് ചെയ്യട്ടെ ഞാൻ. നിൽക്കുന്നത് ആയില്ല. നീ ഊരിയൊന്നും പോവല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ ചെയ്തിത്രേ ഉള്ളൂ. ഇതായിരുന്നു നമുക്ക് കിട്ടിയൊരു ചലഞ്ച്. ഇങ്ങനെയായിരുന്നു. എൻ്റെ ഡോഗിനെ ചേട്ടനൊന്ന് കൂട്ടിന്ന് ഇറക്കുമോ എന്നാണ് നമ്മുടെ തോമസ് ചേട്ടൻ ചോദിച്ചത്. കാരണം ഇന്നവരെ സ്ട്രേഞ്ചേഴ്സ് ആരും അടുത്തിട്ടുമില്ല, അടുക്കാൻ ശ്രമിച്ചിട്ടുമില്ല, അവളോട് സമ്മതിച്ചിട്ടുമില്ല. അങ്ങനെ വിഷയമുണ്ട് ഇവർക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് ഇങ്ങനൊരു ഡോഗിനെ നമുക്ക് കൂട്ടിന്ന് പുറത്തിറക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളോട് അവളെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇതിൽ വേറൊരു കാര്യമുണ്ടോ, ചില ഡോഗ്സ് ഓണർ ഇല്ലാതാണ് നമ്മൾ ഇറക്കിയത്. അപ്പോൾ ഓണറെ കാണുമ്പോൾ കുറച്ചും കൂടെ അവൾക്ക് സ്ട്രോങ് കൂടും. എന്തായാലും നമ്മളോട് കാണിച്ചില്ല. ചിലപ്പോൾ ഓണറെ കയ്യിലെത്തുമ്പോൾ ആൾക്ക് ചിലപ്പോൾ നമ്മളോട് പെട്ടെന്ന് ദേഷ്യം കയറാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഓണറുടെ കയ്യിലാണല്ലോ. പിടിക്കുവാണ് ചേട്ടൻ തോമസ് ചേട്ടൻ പിടിച്ചോളൂ. തോമസ് ചേട്ടാ എങ്ങനെയുണ്ട്? സാധാരണ ഇവളങ്ങനെ ആരുടെ മുമ്പിൽ അത്രയും കൂളാവണമല്ല. കാരണം ഇവിടെ വന്ന് പുറത്തുനിന്ന് സ്ഥിരം വന്നവർ വന്നാൽ പോലും ഒന്ന് മാറിയേച്ച് വീണ്ടും വന്നു കഴിഞ്ഞാൽ ഇവള് വീണ്ടും അഗ്രഷനാവും. ഇപ്പൊ ചേട്ടനെ ഇറക്കി ചേട്ടന് വീണ്ടും ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും വന്നു കഴിഞ്ഞാൽ ഇതേ അഗ്രഷൻ തന്നെ ആദ്യം കാണിക്കും. അത് കഴിഞ്ഞ് പുള്ളി എന്തായാലും ഇങ്ങനെ ആവുമെന്ന് വിചാരിച്ചായിരുന്നാ? ഇല്ല, ഞാൻ ഇറക്കുമെന്ന് വിചാരിച്ചില്ല. കാരണം അത്യാവശ്യം ഇതിന്റെ ബൈറ്റ് ഫോഴ്സ് പേടിച്ചുള്ളവരാരും തന്നെ അതിന് മുതിരാറില്ല. കാരണം പിടിച്ച നമ്മൾ തടുക്കും തോറും ഇവരുടെ എഫക്ട് കൂടും. ബാക്കിയുള്ള പട്ടികളെ നമുക്ക് തട്ടി മാറ്റാൻ പറ്റും. ഇവര് പിടിച്ചാൽ പിടുത്തം കൂടുള്ളൂ. നമ്മൾ തട്ടി മാറ്റും തോറും എഫക്ട് കൂടുള്ളൂ. കാരണം ഇവര് തമ്മിൽ കൂടുന്ന പോലെ തന്നെയാണ് നമ്മുടെ അടുത്തും. അതായത് ഈ ഡോഗുകൾ ഈ പുള്ളിക്കുത്ത എന്നൊക്കെ പറഞ്ഞാൽ ആനിമൽ അഗ്രഷൻ കൂടുതൽ ഡോഗാണ്. വേറെ ഡോഗ്സിനോട് ഭയങ്കര അഗ്രഷൻ ആയിരിക്കും. അതുപോലെ തന്നെ ഹ്യൂമൻ അഗ്രഷനും അങ്ങനെ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞത് ഒരു 60-40 പറയാം അല്ലേ. ഒരു 60% ഹ്യൂമൻ അഗ്രഷനിൽ 40% ഹ്യൂമൻ അഗ്രഷൻ ഉണ്ടെന്ന് തന്നെ വിചാരിക്കാം. ഈ പെർസെൻറ്റേജ് കണക്കൊക്കെ പറഞ്ഞ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇവർ കടിക്കാൻ തുടങ്ങിയാൽ, ആ ബൈറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ ലെവല് വേറെ ലെവലായിരിക്കും. ഈ പറഞ്ഞ പോലെ ചറവറ എടുത്ത് കടിക്കൊന്നുമില്ല. ഇപ്പം എന്നെ മറ്റേ ഇത് കടിച്ചെന്ന് പറഞ്ഞല്ലോ, നമ്മുടെ രാജപാളയം, അത് കടിക്കുക വീണ്ടും കടിക്കുക, അങ്ങനെ 3-4 ബൈറ്റ് ചെയ്തായിരുന്നു. ഇവരൊരു കടി തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പം ആ ഒരു കടി വിടണമെങ്കിൽ ചിലപ്പം ഇവരങ്ങ് മടുക്കണം. ചിലപ്പോൾ നമ്മുടെ ഈ കയ്യെ കയറി പിടിച്ചാൽ ഈ കയ്യെ കൊടിയാനുള്ള ബൈറ്റ് സ്പോർട്സ് ഇവർക്കുണ്ട് കേട്ടോ. എത്ര പീസായി ഇവരുടെ ബൈറ്റ് സ്പോർട്സ് വരുന്നത്? 700 അതെ. നമ്മൾ ഡു ഓർ ഡൈ വീഡിയോ ആണ് ഇപ്പോൾ കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാം
ചെയ്യുമ്പം അതിനൊരു വ്യക്തത വേണമല്ലോ. അതുകൊണ്ട് തന്നെ മാത്രമാണ് നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ തോമസിനോട് ജസ്റ്റ് ചോദിച്ചാൽ തോമസേട്ടാ നമ്മളെപ്പോഴും ഈ ഡോവിനെ ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ക്യാമറയുടെ മുമ്പിൽ ഫേസ് ചെയ്ത് തുടങ്ങുന്ന മുതലല്ല ഇവിടെ കാണാൻ വന്നിരുന്നു. ഇല്ല. അപ്പോൾ നമ്മൾ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെയുള്ള ക്യാരക്ടർ ചോദിച്ചപ്പോൾ പറഞ്ഞു എല്ലാവരോടും അഗ്രഷനുണ്ട്, ശരി ഞാൻ വന്നേക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടം വരെ എത്തിയത്. ഇപ്പോൾ ഞാൻ എത്ര നേരം ഡോഗിൻ്റെ അടുത്ത് സ്പെൻഡ് ചെയ്തു അത്ര നേരം നിങ്ങൾ കാണുന്നില്ലേ, ആ കാണുന്നതാണ് എൻ്റെ ലൈഫിൽ ഈ ബെല്ലയായിട്ടുള്ള പരിചയം. ഇവളിപ്പം ഓണറോട് എങ്ങനെയാണോ കാണിക്കുന്നത് അതുപോലെ എന്നോട് കാണിക്കുന്നത്. നേരത്തെ നമ്മൾ ഇപ്പോൾ പോകുന്നതിന് മുമ്പ് പറഞ്ഞായിരുന്നല്ലോ, ഓണർ ഉണ്ടെങ്കിൽ അവൾ ഭയങ്കര കൂളാന്ന് പറഞ്ഞായിരുന്നു. ഇപ്പോൾ ഞാൻ ഓണറായിട്ട് തന്നെ കണക്കാക്കിയായിരുന്നു, കണ്ടില്ലേ അവൾ ഭയങ്കര കൂളാണ്. ഇപ്പം ഭയങ്കര അങ്ങോട്ട് കൊഞ്ചിക്കുഴയാണ് അല്ലേ വല്ല. അപ്പം എന്തായാലും ഞാൻ പോട്ടെ എന്നല്ലേ. വേറെ ഒന്നുമില്ലല്ലോ, ഞാൻ പോട്ടെ. ടാറ്റാന്ന് ക്ഷയിക്കാൻ്റെ അടി ചൊറിഞ്ഞിരാണ് വരുന്നത്. എന്നാൽ പോട്ടെട്ടാ. ഞാൻ പോട്ടെ. ഞാൻ വരുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് കാണാം. എന്തെങ്കിലുമൊക്കെ ഇവർ വിളിക്കുമ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും ബ്രീഡിനെ നമ്മുടെ പ്രേക്ഷകർക്ക് ഈ ഒരു പ്രോഗ്രാം ഇഷ്ടപ്പെട്ടിട്ട് വേറെ ഏതെങ്കിലും നല്ലൊരു ബ്രീഡിനെയും കൂടെ കാണിക്കണം നമ്മുടെ പ്രേക്ഷകർ എന്തെങ്കിലും ആവശ്യം പ്രൊഡ്യൂസറോട് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ കാണാട്ടെ എപ്പോഴെങ്കിലും. അപ്പോൾ എന്തായാലും നമുക്കൊരു ഒരു ബുള്ളിക്കുറ്റ എന്ന ബ്രീഡിനെ വെച്ചിട്ട് നമുക്ക് ഈ പ്രോഗ്രാം ചെയ്യാൻ പറ്റിയത് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും വീണ്ടും നമുക്ക് കാണാം. ബൈ.